Hi guys, my name is Aishwarya and welcome to my channel Blush with Ash. So ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് സമ്മർ മേക്കപ്പ് എങ്ങനെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ ട്രിക്കാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ, ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് ആൻഡ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇത് ഇഷ്ടമാവും ഈ ട്രിക്ക് ട്രൈ ചെയ്താൽ. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സോ ഏത് മേക്കപ്പ് ഇടുന്നതിന് മുന്നേയും നമ്മൾ ഫസ്റ്റ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, പാഡ് ഡ്രൈ ചെയ്യുക, എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. അതിനുശേഷമാണ് നമ്മൾ ഈ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. അതിന് ട്രിക്കിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഐസ് ക്യൂബ് ആണ്. എനിക്കത് കുറെ പേർക്കൊക്കെ അറിയായിരിക്കട്ടോ ഈ ട്രിക്ക്, ബട്ട് സ്റ്റിൽ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. ഇത് നമ്മളൊരു ഐസ് ക്യൂബ് എടുക്കുക. ഐസ് ക്യൂബ് നമുക്ക് ഡയറക്ട്ലി വേണമെങ്കിൽ ഫേസിൽ മസാജ് ചെയ്യാം. പക്ഷെ എനിക്ക് ഐസ് ക്യൂബ് പിടിച്ച കൈ ഇങ്ങനെ വല്ലാണ്ട് തണുക്കും. സോ അതുകൊണ്ട് ഞാനൊരു വൈപ്സിൽ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു വൈപ്സിൽ ഞാനിത് എടുത്തിട്ട് ഫേസിൽ റബ്ബ് ചെയ്യാണ്. മെയിൻലി നമ്മൾ ഓയിൽ സെക്രീഷൻ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പോസ് ഒക്കെ ക്ലോസ്ഡ് ആവും ആൻഡ് നമുക്ക് മേക്കപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും, സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്വെറ്റ് പ്രൂഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ ഫേസ്. ഓക്കെ, അപ്പം മേക്കപ്പ് ഫെയ്ഡ് ആയി പോവില്ല, അല്ലെങ്കിൽ ക്രീസ് ചെയ്യില്ല, അങ്ങനത്തെ കുറെ ഗുണങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചെയ്താലുണ്ടാവുന്നത്. അപ്പോൾ ആകെ ഒരു ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുക്കുക, നന്നായിട്ട് നമ്മുടെ ടീ സോൺസിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഫേസ് ഫുൾ ടീ സോൺ മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ച ടീ സോൺസിലൊക്കെ ആയിരിക്കും ഓയിൽ സെക്രീഷൻ കൂടുതലും, പിന്നെ ഓപ്പൺ പോസ് ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് ഞാൻ ടീ സോൺസ് എന്ന് എടുത്ത് പറയണേ. നമ്മുടെ ഫേസ് ഫുൾ നമ്മുടെ നെക്കും ഒക്കെ പറ്റുന്നത് പോലെ നമ്മുടെ ഫേസിലും നെക്കിലും നമ്മൾ മേക്കപ്പ് എവിടെയൊക്കെ ഇടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ഐസ് ക്യൂബ് റബ്ബ് ചെയ്യുക. നമ്മൾ ഈ ഐസ് ക്യൂബ് ഡയറക്റ്റ് ആയിട്ട് മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാട്ടോ, എനിക്ക് അറ്റ്ലീസ്റ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വൈപ്സിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഫേസിലേക്ക് റബ്ബ് ചെയ്യുന്നത്. സോ നമ്മൾ ഐസ് ക്യൂബ് റബ്ബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വിടുക. അല്ലെങ്കിൽ ഒത്തിരി എക്സസ് ആയിട്ട് ഡ്രിപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫേസ് വൈപ്സ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒപ്പി കൊടുക്കുക. ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പുകയാണ്. ഒപ്പി കഴിഞ്ഞു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വിടുക. സോ ഇപ്പൊ ഫേസിലേക്ക് നമ്മളുടെ ആ ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് നന്നായിട്ട് അബ്സോർവ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാല് നമ്മൾ നല്ല ഇപ്പൊ പാർട്ടി വെയർ ഒരു മീൻസ് നിങ്ങൾക്ക് ഇത് ഫംഗ്ഷന് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. എപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ഇടണം, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. സോ അതിനുശേഷം മേക്കപ്പിന്റെ പ്രൈമർ ഇടുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെയ്ബലിൻ ന്യൂയോർക്കിന്റെ ബേബി സ്കിൻ ഇൻസ്റ്റന്റ് പോ ഇറേസർ ആണ്. നിങ്ങൾക്ക് എപ്പോഴും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും സ്ട്രോങ്ലി റെക്കമെൻഡ് ടു യൂസ് പ്രോപ്പർ പ്രൈമർ. മെയ്ബലിന്റെ ബേബി സ്കിൻ ഈ പ്രൈമർ നല്ല പ്രൈമറാണ്. അതുപോലെ തന്നെ കളർ ബാറിന് ഒരു പ്രൈമർ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ആലോവേര ജെൽ. സോ ഈ പ്രൈമർ നമ്മൾ മേക്കപ്പ് ഫംഗ്ഷണൽ വെയറിന് എസ്പെഷ്യലി പോവുകയാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇടുക, പ്രൈമർ അപ്ലൈ ചെയ്യുക. അപ്പൊ ഒന്നും കൂടി നമ്മളുടെ പോസ് ഫുൾ സീൽഡ് ആൻഡ് ലോക്ക്ഡ് ആകും. സോ പ്രൈമർ യൂസ് ചെയ്യുക. സോ ആഫ്റ്റർ ദിസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മളുടെ ബേസ് പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യാം. അതായത് ഫൗണ്ടേഷൻ, കൺസീലർ, കോമ്പാക്ട് എല്ലാം, മീൻസ് ഐ മേക്കപ്പ്, സ്കിൻ, ലിപ്സ്റ്റിക് എല്ലാം യൂസ് ചെയ്ത് നിങ്ങളുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുക.
ആൻഡ് ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ സ്വെറ്റ് പ്രൂഫ് ആയിട്ടിരിക്കും, ഓയിൽ സെക്രീഷൻ നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ആൻഡ് മേക്കപ്പ് നല്ലതായിട്ട് ഗ്ലൈഡ് ചെയ്യും, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോൾ ഡേ ഇരിക്കും, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നും മേക്കപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മർ ടൈമിൽ സമ്മർ കെയർ 2018 എന്ന സീരീസിൽ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ബിക്കോസ് ഭയങ്കര ചൂടാണ്, ഹ്യൂമിഡിറ്റി ആണ്, നമ്മൾ ഭയങ്കര സ്വെറ്റ് ചെയ്യും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ. സോ ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഒരു ഫംഗ്ഷന് നമുക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകും ഈ സ്വെറ്റ് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ട്രിക്ക് ട്രൈ ചെയ്യുക. ഞാൻ ബാക്കി കാണിക്കുന്നില്ല. യൂഷ്വലി നമ്മളുടെ മേക്കപ്പ് കംപ്ലീറ്റ് ഇടുക, ലൈക്ക് മേക്കപ്പ് ലൈക്ക് ബേസ് പ്രോഡക്ട്സ് ഒക്കെ ഇടുക, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെന്നില്ല. സോ അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് തന്നെ ലൈക്ക് മിററിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടത്തെ പോസ് ഒക്കെ കംപ്ലീറ്റ്ലി നല്ല ക്ലോസ്ഡ് ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും ഇത് സ്വെറ്റ് പ്രൂഫ് ആണ്. ഓയിൽ സെക്രീഷൻ അല്ലാണ്ട് നമ്മള് സ്കിന്നിൽ നിന്ന് കുറയ്ക്കും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ. സോ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗും ആണ്, ക്രീസിംഗ് ഒന്നും വരത്തുമില്ല ഇങ്ങനത്തെ മേക്കപ്പ് ചെയ്ത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ ബിഗ് തംസ് അപ്പ്. അതിന്റെ കൂടെ തന്നെ ഇതുവരെയും എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ താഴത്തുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി നോട്ടിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് വരും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. നെക്സ്റ്റ് വീക്ക് ഈ വീക്കും കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ സമ്മർ കെയർ സീരീസ് കംപ്ലീറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ റിക്വസ്റ്റഡ് വീഡിയോസ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇടുക. സോ എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാം. ആൻഡ് സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.